കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു സുപ്രഭാതത്തിൽ വയനാടിന് മെഡിക്കൽ കോളേജ് ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തി ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു എന്നുള്ളതല്ലാതെ ഇവിടെ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ആർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ കാത്ത് ലാബിൻ്റെ പ്രവർത്തനം ഇന്ന് തുടങ്ങും, നാളെ തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ആളുകളെ കബളിപ്പിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയില്ല എന്ന് മാത്രമല്ല, ഒരു കെട്ടിടത്തിൻ്റെ പണി തീർത്ത് ആ നിർമ്മാണ പ്രവൃത്തി കഴിഞ്ഞ് അതവിടെ ഇന്ന് ഒരു നല്ല ഒരു പ്രവർത്തന രീതിയിലല്ലാത്ത രീതിയിലുള്ള ആളുകൾ അത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുള്ളത്. ഇപ്പോൾ നമ്മൾ പോളെന്ന സഹോദരൻ കഴിഞ്ഞ ദിവസം മരിച്ചു, പറയുന്ന ചികിത്സാ പിഴവ് തന്നെ എന്ന് പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? പോള് എന്ന് പറയുന്ന സഹോദരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് വയനാട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്ത് അദ്ദേഹം അത്ര അവസരമായിരുന്നില്ല. അദ്ദേഹത്തിന് വിദഗ്ധമായ ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല വിഭാഗത്തിനും ഡോക്ടർമാരടക്കം ഇല്ലാത്തൊരവസ്ഥയാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിലുള്ളത്. ECG പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു പ്രവർത്തന രഹിതമായ ഒരു ഹോസ്പിറ്റലായിട്ട് മാറിയിരിക്കുകയാണ്.